അഞ്ജു ഇതൊന്ന് വായിച്ചു നോക്ക്. ഇപ്പൊ ക്ലൈമാക്സ് ഓക്കെയാണ്. നോക്കട്ടെ. ഇതൊന്നും കോലായില്ലേ? ഇതിലൊരു എൻഡ് പഞ്ചില്ല. എന്താണ് രണ്ടാളും ഭയങ്കര സീരിയസ് ചർച്ചകളൊക്കെ ആണല്ലോ. എന്താണ് പരിപാടി? ഒരു കണ്ടന്റ് ഡിസ്കസ് ചെയ്യാൻ ഇവനാണെങ്കിൽ ഒരൊറ്റ ക്ലൈമാക്സും പറ്റുന്നില്ല. എന്നാലേ നിങ്ങൾ ആ കണ്ടന്റ് ഒക്കെ തൽക്കാലം അവിടെ വെച്ചാൽ എന്തായാലും ഒരു കിഡിലൻ സാധനം ഉണ്ട്, നമുക്ക് അതങ്ങോട്ട് എടുക്കുന്നത്. അതിപ്പോ കണ്ടന്റ് ഏതോ ആയിക്കോട്ടെ, മെയിൻ റോള് ഞാൻ തന്നെ അല്ലേ? അല്ല ചെറുക്ക, നമ്മളെ ഡയറക്ടർ അജീറാണ്. ഓൻ തീരുമാനിക്കട്ടെ മെയിൻ റോൾ എനക്കാണോ എനിക്കാണോ ഒക്കെ. ഡയറക്ടർക്കാണ് അതിന്റെ പവർ. റോളൊക്കെ നമുക്ക് തീരുമാനിക്കുക. ആദ്യം എന്റെ കഥ അങ്ങോട്ട് പറയും, അതൊന്ന് വെക്കട്ടെ. ഗൾഫിലേക്ക് യാത്ര പോകുന്ന യുവാവ് അവനെ കരച്ചിലോടുകൂടി യാത്രയാക്കുന്ന അവന്റെ സുന്ദരിയായ ഭാര്യ. നോട്ട് ദ പോയിന്റ്, സുന്ദരിയായ ഭാര്യ. ഫാമിലി ഓഡിയൻസ് കരഞ്ഞ് താളൊരു കിടിലൻ സബ്ജക്റ്റാ. പെണ്ണായി അഭിനയിക്കാനൊന്നും എന്നെ കിട്ടൂല. താടിയും മീശയും പഠിച്ചിട്ട് അഭിനയിക്കാനോ എന്നൊന്നും എന്നെ കിട്ടൂല. ഇനി വേണമെങ്കിൽ ഞാൻ ആ ഗൾഫിൽ പോകുന്ന യുവാവിന്റെ റോളില്ലേ, അത് ഞാൻ ചെയ്യാം. മറ്റേതിന്റെ ഫാൻസ് സഹിക്കൂല. അതിന് എന്നോടാരാ മോനെ പെണ്ണാൻ പറഞ്ഞത്? അതിന്റെ ഒരു ഫാൻസ് ചിലക്കാണ്ട് പോടായിരുന്നു. ഇത് ഒറിജിനൽ പെണ്ണ്, അജീറ പെണ്ണ് എന്ന് പറഞ്ഞ ഒറിജിനൽ. ശരിക്കും പെണ്ണോ? യെസ്, ആരതി വർമ്മ. ആരതി വർമ്മ എന്റെ നായികക്ക് പറ്റിയ പേര്. അതിന് ഈ അല്ല നായകന്, റിഷാദാണ് നായകന്. ഈ എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയി വിടാനുള്ള ഡ്രൈവർ. എനിക്ക് വേണമെങ്കിൽ ആ റോള് മതി, അത് തരാം. അജീർക്ക ഇനി ഒന്ന് മിണ്ടാണ്ടിക്ക്. റിഷാദേ, കഥ ബാക്കി പറയും മോനെ. കഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൾഫിലേക്ക് യാത്ര പോകുന്ന യുവാവ്, ആ യുവാവിനെ യാത്രയാക്കുന്ന സുന്ദരിയായ ഭാര്യ. തന്റെ ഭർത്താവ് ഗൾഫിലേക്ക് പോകുന്നത് സഹിക്ക വയ്യാതെ ആ ഭാര്യ പൊട്ടിക്കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, വീണ്ടും കെട്ടിപ്പിടിക്കുന്നു, വീണ്ടും ഉമ്മ വെക്കുന്നു. അങ്ങനെ 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 കഥയിലേ എന്റെ ഭാര്യ എന്നാണ് എന്റെ പെങ്ങള്. ഇനി അവിടെ പോയി കഴിഞ്ഞാലേ ഞാനും ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കൂ. പ്രശ്നമൊന്നുമില്ലല്ലോ? അത് കുഴപ്പമില്ല. ആ പറഞ്ഞു തീർന്നില്ലല്ലോ നമ്മളെ നായികത. ആരതി വിളിക്കുന്നുണ്ട്, ഒന്ന് എടുത്തോട്ടെ ഒരു മിനിറ്റ്. ആ മോളെ ആരതി പറ. അയ്യോ എന്ത് പറ്റി? ആണോ? അയ്യോ അത് കഷ്ടമായിപ്പോയല്ലോ. സങ്കടപ്പെടണം. അതൊന്നും കാര്യമാക്കണ്ട. ഒരു പുതിയ ചുരിദാർ വാങ്ങിക്കോ. ഞാൻ ഒരു 5000 രൂപ ഗൂഗിൾ പേ ഇട്ടു കേട്ടോ. നമ്മളെ ആരതി മോളാണ് വിളിച്ചത്. മോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ബസ്സാരൻ ചളി തെറിപ്പിച്ച് ആകെ ഡ്രസ്സ് ആകെ നാശം, ആകെ സങ്കടം പറഞ്ഞു. ഞാൻ ഒരു പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കോ, ഒരു 5000 രൂപ ഞാൻ ഗൂഗിൾ പേ തരാന്ന് പറഞ്ഞു. 2 hours later. അല്ലേ എവിടെ നിങ്ങളെ നായിക? സമയം കുറെ ആയല്ലോ കാത്തിക്കുന്നത്. ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല, വാട്സപ്പിൽ നോക്കിയിട്ട് വാട്സപ്പിലും കാണുന്നില്ല. എല്ലായിടത്തും ബ്ലോക്ക് ഇട്ട പോലെ തോന്നുന്നുണ്ട്. എന്താ ചെയ്യാ? എന്തൊക്കെ ബഹളായിരുന്നു. ആരതി വർമ്മ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, നായകനെ മാറ്റുന്നു. തൽക്കാലേ രണ്ടാളൂടി അവിടെ ഇരുന്ന് കെട്ടിപ്പിടിച്ചോളി. ഒരു പെണ്ണ് ഫേക്ക് ഐ ഡി ഒരു മെസ്സേജ് അയച്ചപ്പോഴേക്ക് 5000 തള്ളി കൊടുത്തല്ലേ, അനുഭവിച്ചോളി.